നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം, നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തണം. പ്രിയമുള്ളവരെ, ഒരു ഗൗരവമായ കാര്യം പറയാനാണ് ഇന്ന് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അതായത് നമ്മുടെ കൊച്ചു കേരളത്തിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്തവരായിട്ട് ആരും തന്നെയില്ല. നമ്മുടെ കൊച്ചു കേരളത്തിൽ സോഷ്യൽ മീഡിയയുടെ പിറകെ പോകാത്തവരായിട്ട് ആരുമില്ല. എല്ലാവർക്കും ഇന്ന് സോഷ്യൽ മീഡിയ വളരെ സുപരിചിതമാണ്. ആർക്കും അറിയാത്തവരായിട്ട് ഇല്ല എന്ന് വേണമെങ്കിൽ 100-ൽ 99% പറയാം. കാരണം ചിലർക്ക് ഇതറിയില്ല, അവർ ഉപയോഗിക്കുന്നില്ല, അവർ ഇത്തരം കാര്യങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നു. എന്നാൽ ഇന്ന് കുടുംബിനികൾ മുതൽ വീട്ടമ്മമാർ മുതൽ യുവാക്കൾ വരെ ഈ സോഷ്യൽ മീഡിയയിൽ പൂന്ത് വിളയാടുകയും ഇതിൽ നിന്നും പണം സമ്പാദിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. നേരായ മാർഗത്തിൽ വീഡിയോകൾ ചെയ്ത് നിങ്ങൾക്ക് പല രീതിയിലും പല ജനങ്ങളെ രസിപ്പിച്ച്, ജനങ്ങളുടെ സന്തോഷം പിടിച്ച് വാങ്ങി, ജനങ്ങളെ ചിന്തിപ്പിച്ച് അവർക്ക് നല്ല സന്ദേശങ്ങൾ നൽകി നിങ്ങൾക്ക് പണങ്ങൾ സമ്പാദിക്കാൻ സോഷ്യൽ മീഡിയ ഒരുപാട് ഉപയോഗപ്പെടും. പക്ഷേ ഇവിടെ ദുരുപയോഗം ചെയ്യുന്ന ചില സ്ത്രീകളുണ്ട്, അവരുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ചില ചെറുപ്പക്കാർ. ഈ ചെറുപ്പക്കാർ ഇവർക്ക് സപ്പോർട്ട് കൊടുത്ത് ഇവർ ചില വീഡിയോകൾ ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നു. ഈ പോസ്റ്റ് സാധാരണഗതിയിൽ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു വീഡിയോ അല്ല. ഒരു സ്ത്രീ ഉണ്ടായിരുന്നു യൂട്യൂബിനകത്ത്, അവരുടെ ഫോളോവേഴ്സിനെ കൂട്ടാനും വളരെ ഇറുകി പിടിച്ച വസ്ത്രങ്ങളിട്ട് ആൾക്കാരെ കൂട്ടാനും അതുവഴി പണം സമ്പാദിക്കാനും. ഇതുപോലെ ദുബായിൽ ഒരു സ്ത്രീയുണ്ട്. അവർ ഒരുപാട് ആൾക്കാരുടെ കൂടെ അവരുടെ കോൾ ചെയ്യുമ്പോൾ അവരെ കൂടെ പോയിട്ട് തിരിച്ചു വന്ന് ആരുടെ കൂടെയാണോ പോയത് അവരെക്കുറിച്ച് അവരുടെ സുഖദുഃഖങ്ങൾ, ദുഃഖങ്ങളില്ല സുഖങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കും. ഇതുവഴി ഈ വീഡിയോ കാണുന്നത് വഴി അവർക്ക് വരുമാനം വേറെ, അവർ പോയി സമ്പാദിക്കുന്നത് വേറെ, ഈ വീഡിയോ കാണുന്നത് വഴി അവർക്ക് വരുമാനം അത് വേറെ. ഈ കാണുന്നവൻ എത്ര ബുദ്ധിമാനാണെന്നൊന്ന് ആലോചിച്ച് നോക്കണേ. അവർ മറ്റൊരുത്തൻ്റെ കൂടെ പോയി പണവും വാങ്ങി അവരുടെ സുഖവും അനുഭവിച്ചതിന് ശേഷം വന്നിരുന്ന് അവനുമായി അന്നത്തെ ദിവസം നടന്ന കാര്യങ്ങളെല്ലാം പച്ചയ്ക്ക് വിളിച്ചു പറയുകയാണ് ഈ സ്ത്രീ. അത് ഈ വീഡിയോകൾ കണ്ടിട്ടുള്ളവർക്ക് അറിയാം. അത് ഫേസ്ബുക്കിലാവട്ടെ, യൂട്യൂബിനകത്താവട്ടെ, അല്ലെങ്കിൽ ഇൻസ്റ്റയിലാവട്ടെ, അല്ലെങ്കിൽ ഷെയർ ചാറ്റിലാവട്ടെ, അങ്ങനെ ഇഷ്ടം പോലെ പ്ലാറ്റ്ഫോമിൽ എല്ലാ ഈ പറയുന്ന വീഡിയോകൾ വരുന്നതിനിടയിൽ ഈ ഒരു വീഡിയോ കാണാൻ ഇടയായി. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതോ വലിയ സംഘങ്ങൾ. ഇവർ ഏകദേശം ഒരു 8-10 വർഷമായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അതിനെക്കുറിച്ച് അറിയുന്ന വ്യക്തി നല്ല വ്യക്തമായ രീതിയിൽ പറഞ്ഞു തന്ന് ഇന്നതാണ് കാര്യങ്ങൾ, ഈ രീതിയിൽ വരുന്ന തലമുറയെ, പുതിയതായി വളർന്നു വരുന്ന കുട്ടികളെ വഴിതെറ്റിക്കുന്ന രീതിയിലുള്ള വീഡിയോകളാണ് ഇവർ ചെയ്യുന്നത്. അത് ഇനി ഒരാൾ ചെയ്തു എന്ന് മാത്രം ചിന്തിക്കണം. എത്ര ഗൗരവമുള്ള ഒരു കാര്യമാണിതെന്ന്. ഒരുപക്ഷെ സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്നവരായിരിക്കാം, പണം സമ്പാദിക്കാൻ മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അവർ തിരഞ്ഞെടുത്ത ഒരു വഴി ഇതായിരിക്കാം. പക്ഷേ ഈ തിരഞ്ഞെടുത്ത വഴി നിങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ വീഡിയോ ചെയ്യുന്ന നിങ്ങളൊന്ന് ചിന്തിക്കണം. ഇതുവഴി വഴി തെറ്റുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. ഈ കെണിയിൽ വീഴുന്ന ഒരുപാട് കുടുംബിനികളുണ്ട്. ഈ കെണിയിൽ വീഴുന്ന ഒരുപാട് വീട്ടമ്മമാരുണ്ട്, ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അത് ആണുമാവാം പെണ്ണുമാകാം. ഇവർ പല രീതിയിലും ഇവരെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു. അതായത് നിങ്ങളുമായി അവർ ഈ കാലോ കയ്യോ കാണിച്ചാണ് അവർ ആദ്യം വീഡിയോ ചെയ്യുന്നത്. ഇതിനിടയിൽ നിങ്ങൾ അവരിലേക്ക് അടുപ്പിക്കുന്നതിന് അവരുടെ ശബ്ദങ്ങൾ നിങ്ങളുടെ ചെവികളിൽ എത്തുമ്പോൾ നിങ്ങൾ അവരുമായി അടുക്കാൻ ശ്രമിക്കുന്നു. അവരുടെ കോണ്ടാക്റ്റിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്നു, നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നു, നിങ്ങൾ അവർക്ക് മെസ്സേജ് അയക്കുന്നു. പിന്നെ വിടുന്ന ഈ ഇൻസ്റ്റയോ അല്ലെങ്കിൽ യൂട്യൂബോ വിട്ട് നിങ്ങൾ പോകുന്നത് വാട്സാപ്പിലോ അല്ലെങ്കിൽ ടെലഗ്രാമിലോ ആണ്. ടെലഗ്രാമിലാണ് ഇവർ ഏറ്റവും കൂടുതൽ ഈ കോപ്രായങ്ങളെല്ലാം കാട്ടിക്കൂട്ടുന്നത്. അവർക്ക് ഒരുപാട് ശൃംഖല. അപ്പോൾ അത്രത്തോളം വരുമാനം. 6000 സ്ക്വയർ ഫീറ്റ് വീട് നമ്മുടെ കൊച്ചു കേരളത്തിൽ വെക്കണമെങ്കിൽ അതിന് എത്ര ലക്ഷം രൂപ വേണ്ടി വരും? അതിനും മറ്റൊരു കാര്യം അദ്ദേഹം എന്നോട് പറഞ്ഞത് 450 രൂപയാണ് ഒരു തവണ അവരുടെ വീഡിയോ കാണുന്നതിന് ഇവർ ഈടാക്കുന്നത്. 500 എന്തായാലും വാങ്ങിക്കുന്നില്ല, അതൊരു ഭാഗ്യമായി. പാവം. ഒരു 5ഉം 2 0 ചേർക്കുമ്പോൾ അത് കാണുന്നവർക്ക് ഒരു വിഷമാകൂല എന്ന് വിചാരിച്ചാണ് 450 രൂപ. അത് മതി, അതാണ് അവർ നിശ്ചയിച്ചിരിക്കുന്ന ഫീസ്. അവരുടെ
ഫോളോവേഴ്സിൽ നിന്നും. ഇത് രാത്രി കാലങ്ങളിൽ ഒരിക്കലും നിങ്ങൾ ഇൻസ്റ്റയിൽ ഈ വീഡിയോ കാണാമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. അതിൽ അവരുടെ കാലോ കയ്യോ ഈ മൂക്കിന് താഴെയുള്ള ഭാഗങ്ങളോ അല്ലെങ്കിൽ നെറ്റിക്ക് മുകളിലുള്ള ഭാഗങ്ങളോ അങ്ങനെയുള്ള ഭാഗങ്ങൾ മാത്രം അവരുടെ വ്യക്തിയെ ആരാണെന്ന് വെളിപ്പെടുത്താതെ കാണിക്കുന്ന ചില വീഡിയോകൾ മാത്രമാണ് ഇൻസ്റ്റയിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും അങ്ങനെയുള്ള പ്ലാറ്റ്ഫോമിലുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ കൊണ്ടുപോകുന്നത് അവർ നിങ്ങളുമായി ചാറ്റ് ചെയ്യുന്നു, നിങ്ങളുമായി സൗഹൃദം നിലനിർത്തുന്നു. 1-2 ദിവസം കൊണ്ട് നിങ്ങളുമായുള്ള സൗഹൃദത്തിൽ അവർ നിങ്ങളുടെ മുമ്പിൽ വരില്ല. പല ദിവസങ്ങൾ, ആഴ്ചകൾ എടുത്ത് നിങ്ങളുമായി ചാറ്റ് ചെയ്ത് അവരുടെ വിശ്വാസം നേടിയെടുത്ത്, നിങ്ങളുടെ വിശ്വാസവും അവരുടെ വിശ്വാസവും പരസ്പരം നേടിയെടുത്തതിന് ശേഷം നിങ്ങളെ അവർ വീഡിയോ കോൾ ചെയ്യുന്നു. എന്നാൽ ചില മടയന്മാർ ചെയ്യുന്നത് എന്താണ്? അവർ മുഖം മറച്ചാണ് വീഡിയോ കോൾ ചെയ്യുന്നത്. ഇവർ ഉടനെ ആ കോൾ അങ്ങ് അറ്റൻഡ് ചെയ്യും, ഇന്ന ആളാണല്ലോ വിളിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ അവരുടെ മുഖം കാണാൻ പറ്റില്ല, നിങ്ങളുടെ മുഖം അവരുടെ കയ്യിൽ കിട്ടും. അവരതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കും. പിന്നെ അവർ ഉപയോഗിക്കുന്നത് ഇത് പെണ്ണിനും ആവാം ആണിനുമാകാം. ഇതുവഴി ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ മറ്റൊരു കാരണം, ഇതുവഴി പല കുടുംബിനികളും ഈ ചതിയിൽ പെട്ടിട്ടുണ്ട് എന്ന് അറിഞ്ഞതിൻ്റെ ഒറ്റ കാരണം കൊണ്ടാണ്. പല കുടുംബങ്ങളും തകരാനുള്ള വക്കിലാണ് ഇന്ന്. കാരണം അവർ ഇതുവഴി പല സ്ത്രീകളും പല വഴിയിലും സഞ്ചരിക്കുന്നു. കുടുംബം വിട്ട് സഞ്ചരിക്കുന്നു, കുടുംബത്തിൽ നിന്നുകൊണ്ട് തന്നെ സഞ്ചരിക്കുന്നു. അല്ലെങ്കിൽ രാത്രി കാലങ്ങളിൽ അവർ വീഡിയോ കോളുമായി മറ്റ് ആണുങ്ങളുമായി പുരുഷന്മാരുമായി സല്ലപിക്കുന്നു. കുടുംബം തകരാൻ ഇതുപോരെ. ഇതിൽ 90% സ്ത്രീകളും വിദേശത്ത് ജോലി എടുക്കുന്ന, അതായത് പ്രവാസികളുടെ ഭാര്യമാരാണ്, മക്കളും. അത് ആണുമാകാം പെണ്ണുമാകാം. ഇവർ പിടിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ നിങ്ങളുമായി ചാറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും അവരുടെ മുഖം നിങ്ങൾ കാണാൻ സാധ്യതയില്ല. നിങ്ങളുടെ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാം പിന്നെ അങ്ങോട്ട് നിങ്ങൾക്കുള്ള ബ്ലാക്ക് മെയിലിംഗ്, സർവത്ര പൈസ. അത് കഴിഞ്ഞാൽ പിന്നെ അവർ നിങ്ങൾ ആവശ്യപ്പെടുന്നതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴെങ്കിലും അവർ വീഡിയോ കോളിൽ വന്നാൽ അവർ മുമ്പ് റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന വീഡിയോ ആയിരിക്കും നിങ്ങളെ കാണിക്കുന്നത്. ഇതും ഞാൻ അറിഞ്ഞ കാര്യങ്ങളാണ്. അപ്പൊ എത്രത്തോളം ക്രിമിനൽ മൈൻഡുള്ള സ്ത്രീകളാണ് ഇവരെന്ന് ഓർക്കണം. അവർ ഒരിക്കലും നിങ്ങളെ കാണിക്കാൻ വേണ്ടി ആ വീഡിയോയുടെ മുമ്പിൽ വരുന്നില്ല. മുമ്പോ എപ്പോഴോ ചെയ്തു വെച്ചിരിക്കുന്ന വീഡിയോ നിങ്ങൾക്ക് കാണിക്കും. നിങ്ങൾ അത് കണ്ട് ആസ്വദിച്ച് ഉള്ള പൈസയും കൊടുത്ത് കുടുംബവും നശിച്ച് എല്ലാം പോയി നാറി നരവനടിക്കും. പിന്നെ നിങ്ങളെ മാക്സിമം നിങ്ങളെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതൊരു വലിയ ഹണി ട്രാപ്പാണ്. അതായത് പണം സമ്പാദിക്കാൻ കുറുക്കു വഴി. ഇവർ വളരെ ഡേഞ്ചറായ കുറേ സ്ത്രീകൾ. ഇത് നമ്മുടെ നാട്ടിലെ പല ജില്ലകളിലുമുണ്ട്. ഇതെനിക്ക് അറിയുന്ന ഒരാൾ പറഞ്ഞ ഒറ്റ കാരണമാണിത്. അതാണ് ഒരു ജില്ലയുടെ പേര് ഞാൻ പറഞ്ഞത്. അവിടെ ഉള്ളവരാരും എന്നോട് ഒരു കാരണവശാലും നിങ്ങൾ വിരോധം വെച്ച് പുലർത്തരുത്. ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന, കൊച്ചി കേരളത്തിൽ നടക്കുന്ന സംഭവമാണ്, ഒരു യാഥാർത്ഥ്യ സംഭവമാണ് ഞാൻ എൻ്റെ പ്രേക്ഷകരോട് പറയുന്നത്. പിന്നെ ഈ ഇൻസ്റ്റയിലും അല്ലെങ്കിൽ വാട്സാപ്പിലും ഈ ടെലഗ്രാമിലും വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ നിങ്ങളുടെ കുടുംബത്തെയും അവർ ഇതിലേക്ക് ക്ഷണിക്കും. പ്രവാസികളായ പല ആൾക്കാരുടെയും ഭാര്യമാരും മക്കളും ഈ കെണിയിൽ വീഴുന്നുണ്ട്. ഇതുവഴി അവർ കോടികൾ സമ്പാദിക്കുന്നു. പല ഉല്ലാസയാത്രകൾ പോകുന്നു, നല്ല വീട് വയ്ക്കുന്നു, നല്ല ഭക്ഷണം കഴിക്കുന്നു, നല്ല ഡ്രസ്സ് വാങ്ങിയിടുന്നു, കാറ് വാങ്ങുന്നു. അങ്ങനെ പറയണ്ട, ഇവരുടെ പേരിൽ ഒത്തിരി കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇവർക്ക് ഏകദേശം 400-ൽ പരം 400-ഓ 450-ഓ അക്കൗണ്ടുകൾ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും അങ്ങനെ ഇവർ ഒരു 400-ൽ പരം 400-450-ൽ പരം അക്കൗണ്ടുകൾ പല ആൾക്കാരും സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവർക്കെതിരെ കേസും കൊടുത്തിട്ടുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ ഇവരെ പിടിക്കുന്നില്ല. കാരണം അവരെ പിടിക്കാതിരിക്കുന്ന ഒരു കാരണം, ആരും ഞാൻ ഈ ചതിയിൽ പെട്ടിട്ടുണ്ട് എന്ന് വന്ന് പറയാൻ ഒരു മനുഷ്യരും ഇല്ല. ഒരു മനുഷ്യനും കാരണം പറയാൻ പറ്റില്ല. ഇതൊരു നാറ്റ കേസാണ്. അവർ ചോദിക്കുന്ന മറ്റൊരു കാര്യം, 1-2 വ്യക്തികളുമായി സംസാരിച്ചപ്പോഴത്തേക്ക് അവർ പറയുന്ന മറ്റൊരു കാര്യം, ഞങ്ങൾ അവരുമായിട്ട് ചാറ്റ് ചെയ്യുന്നെങ്കിൽ അത് ഞങ്ങളുടെ സ്വന്തം, അതായത് സ്വന്തമായിട്ടുള്ള ഐഡി വെച്ചുകൊണ്ടല്ല, ഡ്യൂപ്ലിക്കേറ്റ് ഒരു ഐഡി ഉണ്ടാക്കി അതുവഴിയാണ് ചാറ്റ് ചെയ്യുന്നത്. പിന്നെ എന്താണ് പ്രശ്നം? നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡി അവർ മനസ്സിലാക്കുന്നില്ല എന്ന്.
നിങ്ങൾക്ക് അവിടെയാണ് തെറ്റിയത്. നിങ്ങൾ ചാറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുമായി അനുബന്ധിച്ച് എന്തൊക്കെ ഉണ്ടോ അതെല്ലാം അവർ നിങ്ങളിൽ നിന്നും ചോർത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളിൽ നിന്നും അങ്ങനെ എല്ലാം ചോർത്തിയെടുത്ത് നിങ്ങളെ മാക്സിമം ബ്ലാക്ക് മെയിൽ ചെയ്ത് നിങ്ങളിൽ നിന്നും പണം സമ്പാദിക്കുകയാണ് ചെയ്യുന്നത്. ഇതൊരു വലിയ ശൃംഖലയാണ്. ഇത് ഒരു സ്ത്രീകളുടെ മാത്രം ഒരു ആളുടെ കാര്യമല്ല ഞാൻ ഈ പറയുന്നത്. നമ്മുടെ കേരളത്തിലാവട്ടെ, ഇന്ത്യയിലാവട്ടെ, ലോകത്താവട്ടെ ഈ സമ്പ്രദായം ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ കെണിയാണിത്, വലിയ കെണി. ഇതിൽ വീഴുന്നതോ അതിനേക്കാൾ മറ്റൊരു വിഷയം, ഒരു രസകരമായ കാര്യം, ഇതിൽ ഏറ്റവും കൂടുതൽ വീഴുന്നതും നമ്മുടെ പ്രവാസികളാണ്. കാരണം അവർക്ക് വീടുമായി സംസാരിക്കാനുള്ള സമയമില്ല. ഇവരുമായിട്ട് സല്ലപിക്കണം. രാത്രികാലങ്ങളിൽ ഉറക്കവും ഊണുമില്ലാതെ ഇവരുമായിട്ട് ഇരുന്ന് ചാറ്റ് ചെയ്യുക, ഇവരുമായിട്ട് വീഡിയോ കോളിൽ സംസാരിക്കുക. അപ്പോൾ അവരും കൂടുതൽ പണം വരുന്നതും അതുവഴിയാണ്. ഈ പ്രവാസികളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ വീഴുന്നത്. അവരെയാണ് പറ്റിക്കാൻ സൗകര്യം. കാരണം വീട്ടിലുള്ളവർക്ക് അതിനുള്ള സമയമില്ലല്ലോ, അവർ മറ്റുള്ള വഴികളിലേക്ക് പോവുകയല്ലേ. അപ്പോൾ ഇവിടെ നിൽക്കുന്നവനെ വിളിച്ച് കുടുംബത്തിന് വേണ്ടി സമ്പാദിക്കാൻ തൻ്റെ ജീവിതം മാറ്റിവെച്ച്, തൻ്റെ സുഖങ്ങളും ദുഃഖങ്ങളും മാറ്റിവെച്ച് അവൻ മറ്റൊരു സ്ഥലത്ത് അധ്വാനത്തിന് പോകുമ്പോൾ അവനെ വിളിച്ച് ആശ്വസിപ്പിക്കാനോ അവൻ്റെ അടുത്ത് 10 നല്ല കാര്യങ്ങൾ പറയാനോ, നിങ്ങൾക്ക് സുഖമാണോ, ആഹാരം കഴിച്ചോ, ഇന്ന് ജോലി എങ്ങനെ ഉണ്ടായിരുന്നു, ഇന്ന് ബുദ്ധിമുട്ടായിരുന്നോ, ക്ഷീണമുണ്ടോ എന്നൊന്നും ചോദിക്കാൻ ആരുമില്ല. അങ്ങനെ ഇല്ലാത്തവരാണ് ഇതിനകത്ത് അത്രയും വഴിപ്പെടുന്നത്. ഇതുപോലെ നാട്ടിലും അങ്ങനെ തന്നെയാണ്. കാരണം ചില ഭർത്താക്കന്മാർ വിളിച്ച് എപ്പോഴും ദേഷ്യപ്പെടും. അപ്പോൾ അവർക്ക് സ്നേഹം കിട്ടുന്നിടത്തേക്ക് അവർ വഴിമാറിപ്പോകും. അങ്ങനെയുള്ള പോക്കുവരവിലാണ് ഈ കുടുംബങ്ങൾ തകരുന്നത്. ഇങ്ങനെ കുടുംബങ്ങൾ തകർക്കാൻ നമ്മുടെ സമൂഹം സമ്മതിക്കരുത്. ഇതിനൊരു നിയമപരമായി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പോലീസുമായി സഹകരിച്ച് ആർക്കെങ്കിലും ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഇതിനെക്കുറിച്ച് പറയാൻ ധൈര്യമുണ്ടെങ്കിൽ മുന്നോട്ട് വരണം. കാരണം ഇവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഇത് ആരോ ചെയ്തുകൊണ്ട് പോട്ടെ, എങ്ങനെയോ ചെയ്യട്ടെ, പക്ഷേ സമൂഹത്തെ നശിപ്പിക്കുന്ന രീതിയിലാകരുത്. ഇതൊരു വലിയ വിപത്താണ്. ഈ വിപത്തിനെതിരെ സമൂഹം പ്രതികരിക്കണം. ഇതിനെതിരെ സംസാരിക്കാൻ ആർക്കെങ്കിലും ഇതിലൊരു ദുരനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം പറയണം. നിങ്ങളുടെ നിലപാട് വ്യക്തമാക്കണം. അല്ലെങ്കിൽ ഞാൻ ഈ കെണിയിൽ പെട്ടിട്ടുണ്ട്, എനിക്ക് ഇങ്ങനെ ചതിയിൽ വന്നിട്ടുണ്ട്, ഞാൻ ഈ ചതിയിൽ വീണിട്ടുണ്ട്, ഇനി മറ്റൊരാൾ ഈ ചതിയിൽ വീഴാതിരിക്കാൻ ഞാൻ എൻ്റെ അനുഭവം പറയുകയാണെന്ന് ഒരൊറ്റ ആള് വന്ന് പറയാൻ ധൈര്യമുണ്ടെങ്കിൽ വരൂ. നമുക്ക് ഇനിയും ഇതിനെക്കുറിച്ച് ഈ പറയുന്ന വീഡിയോയുടെ അടുത്ത തുടർ ഭാഗങ്ങൾ ചെയ്യാൻ ഞാൻ തയ്യാറാണ്. നിങ്ങൾ തയ്യാറാണെങ്കിൽ അടുത്തൊരു വിഷയമായി വരാം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.